ശബരിമല സമരത്തിൽ നിന്ന് ബി.ജെ.പി. പിന്മാറുന്നു. വിവരങ്ങളുമായി ടി.പി. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സമരത്തിന് ഭക്തർക്കിടയിൽ തന്നെ വലിയ എതിർപ്പ് ഉയരുന്ന ഒരു സാഹചര്യം, ആളെ കിട്ടാൻ, സമരത്തിന് പോകാൻ ആളെ കിട്ടാത്ത സാഹചര്യം, ഇങ്ങനെ ഊരാക്കുടുക്കിലാവുകയായിരുന്നു ബി.ജെ.പി. അങ്ങനെയാണോ ഒരു പിന്മാറ്റത്തിലേക്ക് അവർ എത്തുന്നത്? ആചാര സമരത്തിന്റെ മറവിൽ സന്നിധാനത്ത് തുടർച്ചയായി നടത്തിയ ആചാര ലംഘനവും തീർത്ഥാടകർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണവും സംഘപരിവാസങ്ങൾക്കെതിരെ തീർത്ഥാടകർ ഒന്നൊന്നായി രംഗത്തെത്തുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഒപ്പം ശബരിമലയിൽ പ്രതിഷേധങ്ങൾ പാടില്ലെന്നും നിരോധനാജ്ഞ തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ ബി.ജെ.പിക്ക് സമരത്തിന് പോലും പ്രവർത്തകരെ കിട്ടാതായി. ഈ സാഹചര്യത്തിൽ നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്താനിരുന്ന മാർച്ച് വരെ വിമർശിച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. കഴിഞ്ഞ 25-ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി.കെ. സജീവന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിരുന്ന വലിയൊരു മാർച്ച് കേവലം 8 പേരുടെ കാർ യാത്രയിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. അങ്ങനെ സർക്കുലർ പ്രകാരം സന്നിധാനത്തെത്തിയ ആർഎസ്എസുകാരുടെ ക്രിമിനൽ പശ്ചാത്തലവും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതോടെ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യമായ സാഹചര്യത്തിലാണ്. പ്രശാന്ത്, ഞാൻ വരാം. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ. പത്മകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോയതിനു ശേഷം തിരിക്കുന്നത് പ്രസാദം കൂടെ ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിയണം. കാരണം അയ്യപ്പ ഭക്തന്മാര് ശബരിമലയിൽ നിന്ന് ഇറങ്ങി അവരുടെ സ്വന്തം വാഹനമല്ല പമ്പയിൽ, അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് നിലയ്ക്കൽ കൂടെ നമ്മൾ ആ പ്രസാദ വിതരണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ ഏറ്റവും നന്നായി ഈ കാര്യങ്ങൾ ചെയ്യാൻ 2 മാസം കൊണ്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു പ്രശ്നം, നമുക്ക് ഈ ടാറ്റ കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ അതിനെപ്പറ്റിയും ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, അവരിപ്പോൾ ചെയ്തിട്ടുള്ള വർക്കിന്റെ ആകെ ഒരു തുക ഏകദേശം കണക്കാക്കിയിട്ടുള്ള 25 കോടിയോളം രൂപയാണ്. അത് അവർ പരിപൂർണമായി സൗജന്യമായി തന്നെ ചെയ്യാനാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പം ആ നിലയ്ക്ക് ദേവസ്വം ബോർഡിന്റെയോ ഗവൺമെന്റിന്റെയോ പണം മുടക്കാതെ തന്നെ ആ ജോലി ചെയ്തു തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണുന്നത്, ഇവിടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈ ജനുവരി മാസം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വർക്ക് ആരംഭിക്കും. കുടിവെള്ളം കൂടുതൽ സംഭരിക്കാൻ കഴിയത്തക്ക രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കാൻ കഴിയത്തക്ക വാട്ടർ അതോറിറ്റിയുമായിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. നിലയ്ക്കല് കുടിവെള്ളത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രശ്നമാണ്. അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള ഏർപ്പാട് എന്തായാലും അടുത്ത വർഷം നിലയ്ക്കൽ അങ്ങനെ ഒരു പ്രതിസന്ധി വെള്ളത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് ദേവസ്വം ബോർഡ് ഉറപ്പു പറയുകയാണ്. അപ്പോൾ ഈ വർഷം കൊണ്ട് ഇപ്പം നമ്മൾ ആരംഭിച്ചു. ഇവിടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. വാഹനങ്ങൾ കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ കൂടുതൽ സ്ഥലം ആവശ്യപ്പെട്ടു, പക്ഷേ ആ സ്ഥലം തരാതിരിക്കാനുള്ള ശ്രമം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പാർക്കിംഗ് ആകുകയാണെങ്കിൽ ഈ 300 ഏക്കർ കൊണ്ട് നടക്കൂല. അപ്പം അതുകൊണ്ട് കൂടുതൽ സ്ഥലം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഇന്നിപ്പോൾ ഞങ്ങൾ ശബരിമല പോവാണ്. ഇന്നിപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ്, പുതിയ മെമ്പറുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പുതിയ മെമ്പർ ശബരിമല വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപമായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് അദ്ദേഹം അവിടെ സത്യപ്രതിജ്ഞ ചെയ്യും. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി, നിലയ്ക്കൽ, പമ്പ, ശബരിമല ഈ 3 സ്ഥലത്തെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഹെഡുകളുടെ യോഗം രാവിലെ 9 മണിക്കും അവിടെ ശബരിമല വെച്ച് വിളിച്ചിട്ടുണ്ട്. അവലോകന യോഗം കൂടെ ആ നിലയ്ക്ക് അന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്താനാണ്. നമ്മൾ കൂടുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം കൂടുന്നുണ്ട്. ശബരിമലയിലെ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ മിക്കവാറൊക്കെ മാറിയില്ലേ. ആദ്യം തുടക്കത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ നമ്മൾ കണ്ടത് ഇപ്പം മഹാകാണിക്കയുടെ അവിടേക്ക് പോകുന്ന പ്രശ്നം, വാവരുനടയുടെ അവിടുത്തെ ബാരിക്കേഡിന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ DGP ആയിട്ടുള്ള ചർച്ചയിൽ തന്നെ ഉന്നയിച്ച പ്രശ്നം, അത് തീർക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അത് നടപ്പിലാക്കാൻ 2 ദിവസം താമസിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ തീരും. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇന്നങ്ങോട്ട് ചെല്ലട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് DGP ആയിട്ടുള്ള ചർച്ചയിൽ തീരുമാനിച്ചതാണ്. ബാക്കി ബാരിക്കേഡുകൾ ഇപ്പോൾ അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ളത് നിൽക്കട്ടെ. പക്ഷേ വാവരുനടയുടെ അവിടെയും അതുപോലെ തന്നെ മഹാകാണിക്കയുടെ അവിടെയൊക്കെ ഭക്തജനങ്ങൾക്ക് പോകാനുള്ള അസൗകര്യം മാറ്റും. അത് എന്തായാലും ആ ബാരിക്കേഡുകൾ മാറ്റിയേ പറ്റും. അതൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പൊ തന്നെ വ്യാപകമായിട്ടുള്ള പ്രചാരവേല, ദേവസ്വം ബോർഡിൽ പണം ഇടാൻ പാടില്ല. ഇതിപ്പോ പ്രൈവറ്റ് ക്ഷേത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഗൂഢനീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതായത് പുതിയ ചില
ഞാനത് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ന്യൂ ജനറേഷൻ എന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാകും എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പുതിയ പുതിയ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്തുമാത്രം ദോഷമാണ് ഈ പ്രചരണം നടത്തുന്നവർ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം ദേവസ്വത്തിന്റെ ക്ഷേത്രങ്ങളിൽ പണമിടാൻ പാടില്ല. ഏതുമായിക്കോട്ടെ, ദേവന് സമർപ്പിക്കുന്നതല്ലേ, അത് ശബരിമല പൈസ ഇടാൻ പാടില്ല. ഈ പ്രചരണം കൊണ്ടുണ്ടാകുന്നത് എന്താണ്? 1258 ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. എല്ലാവർക്കും ശബരിമല മതിയല്ലോ. എന്നാൽ ഒരു നേരം പോലും പൂജയില്ലാത്ത പാവപ്പെട്ട ക്ഷേത്രങ്ങളെ എടുക്കാൻ ആരും തയ്യാറാവാത്ത എന്താ? അപ്പൊ അതിനകത്ത് സമ്പത്തിന്റെ രാഷ്ട്രീയം കളിക്കുകയാണ്. സമ്പത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് മാറുകയാണ്. ഈ 1258 ക്ഷേത്രങ്ങളിൽ സ്വയം മുമ്പോട്ട് പോകാൻ കഴിയുന്ന കുറച്ച് 100ഓളം ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി 1200ഓളം ക്ഷേത്രങ്ങൾ സ്വന്തമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ക്ഷേത്രങ്ങളാണ്. അത് മാത്രമല്ല, 6000-ലധികം വരുന്ന ജീവനക്കാർ, അതുപോലെ 6000-ലധികം വരുന്ന പെൻഷൻകാർ, ഇതെല്ലാം കൂടെ ചേർത്ത് 13,000 ആളുകൾ മറ്റ് വിഭാഗക്കാരല്ല, ഹിന്ദുക്കൾ തന്നെയാണ്. ആ ഹിന്ദുക്കളായിട്ടുള്ള 13,000-ഓളം വരുന്ന ആളുകളുടെ കഞ്ഞികുടി മുട്ടിച്ചേ പറ്റൂ എന്നാണ് ചില ആൾക്കാരുടെ വാദഗതി. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ ക്ഷേത്രത്തിൽ പണമിടണ്ട എന്നുള്ള വാദഗതി അത് വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 1258 ക്ഷേത്രങ്ങളെ തകർക്കാനും 13,000-ഓളം വരുന്ന ഹൈന്ദവരായ ദേവസ്വം ജീവനക്കാരെയും പെൻഷൻകാരുടെയും കുടുംബത്തെ തകർക്കാനും വേണ്ടിയിട്ടാണ് ഈ മുദ്രാവാക്യം ചില ആളുകൾ ഉന്നയിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശബരിമലയിൽ ഇപ്പോൾ നിയന്ത്രണങ്ങളൊന്നുമില്ല. എല്ലാ നിയന്ത്രണങ്ങളും തന്നെ മാറ്റിയിട്ടുണ്ട്. സുരക്ഷയുടെ പേരിലുള്ള ചെറിയ ചില നിയന്ത്രണങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരു കാര്യങ്ങളും അവിടെയില്ല. മാത്രമല്ല, വരുമാനം കുറയുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ കുപ്രചരണങ്ങളാണ് സംഘപരിവാർ സംഘടനകൾ നടത്തിയത്. ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളിൽ പണമിടരുത് അടക്കമുള്ള കാര്യങ്ങൾ അവർ നടത്തി. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഏതായാലും എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തും. പ്രത്യേകിച്ച് നിലയ്ക്കലിൽ ബേസ് ക്യാമ്പ് ആക്കി മാറ്റിയ നിലയ്ക്കലിൽ ഇപ്പോൾ പരമാവധി സൗകര്യങ്ങൾ ഈ ചെറിയ കാലയളവിനുള്ളിൽ ചെയ്തു തീർത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സീസൺ കഴിഞ്ഞാൽ, മണ്ഡലകാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ വലിയ വലിയ പദ്ധതികൾ അവിടെ ആരംഭിക്കും. പാർക്കിങ്ങിനും ജല സൗകര്യത്തിനും ഒക്കെയുള്ള പദ്ധതികളെല്ലാം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടി പി പ്രശാന്ത് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, ഇവിടെ പ്രധാനമായും ശബരിമലയിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിച്ചത്. അതായത് ഈ സീസൺ കഴിയുമ്പോൾ ബേസ് ക്യാമ്പായ നിലയ്ക്കലിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അടക്കമുള്ള തീരുമാനം, പാർക്കിങ്ങിനും ജല സൗകര്യങ്ങൾക്കും അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഇപ്പോൾ സുരക്ഷയുടെ പേരിലുള്ള ചില നിയന്ത്രണങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പിൻവലിച്ചിട്ടുണ്ട്. ഈ സംഘപരിവാറിന്റെ കുപ്രചരണങ്ങൾ മൂലമാണ് കാണിക്കയിലടക്കം വരുമാനത്തിൽ കുറവുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വിവരങ്ങൾ എന്താണ്? അതായത് ഇപ്പോൾ നിലവിൽ അമ്പലങ്ങളിൽ കാണിക്കകളിൽ അല്ലെങ്കിൽ കാണിക്ക ഇടരുത് എന്നുള്ള നിർദ്ദേശം BJPയുടേത് ഒരു സമ്പത്തിന്റെ രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളുടെ ചില സ്വകാര്യ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുമാണ് അവർ നടത്തുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. 1258ഓളം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കേരളത്തിലുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ 13,000-ഓളം വരുന്ന ജീവനക്കാരാണുള്ളത്. അതായത് പെൻഷൻകാർ ഉൾപ്പെടെ ജീവനക്കാരാണുള്ളത്. ഇവരുടെ എല്ലാം തന്നെ ഇവരെല്ലാം എല്ലാവരും തന്നെ ഹൈന്ദവ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ്. അത്തരം ഹിന്ദു വിശ്വാസിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ കുടുംബങ്ങളെല്ലാം തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് BJPയുടെ പ്രചരണം പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കൃത്യമായി സമ്പത്തിൽ രാഷ്ട്രീയം കളിക്കാനാണ് BJP അവസരത്തെ സ്വീകരിക്കുന്നത്. അവർക്ക് ശബരിമലയെ മാത്രം മതി. എന്നാൽ അതേസമയം വരുമാനങ്ങളൊന്നുമില്ലാതെ വലിയ വിധേയത്തിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നതെന്ന് ചോദ്യമടക്കമാണ്. ഒപ്പം നിലയ്ക്കലാണ് പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പ്. ആ ബേസ് ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ടാറ്റ അവർക്ക് 25 കോടി രൂപയുടെ റേഞ്ചിന്റെ പ്രശ്നം പറയുന്നത് വ്യക്തമാകുന്നില്ല. ഞാൻ പ്രശാന്തിലേക്ക് തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ ലഭ്യമായ തുക തികയില്ലെന്ന് മുഖ്യമന്ത്രി.
നിയമസഭയിൽ പറഞ്ഞു. ലഭിച്ച തുകയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് റേഷൻ ഇനത്തിലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിമാനങ്ങൾ ഉപയോഗിച്ചതിനും പണം നൽകേണ്ട സ്ഥിതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സാലറി ചലഞ്ച് മുഖേന സമാഹരിച്ച തുക ഉൾപ്പെടെ 27/11/2018 വരെ ലഭ്യമായത് 2683.18 കോടി രൂപയാണ്. ഇതിൽ ചിലവായ തുക 688.48 കോടി രൂപയും. ഇതിനു പുറമെ വീടുകളുടെ നാശനഷ്ടത്തിന് CMDRF-ൽ നിന്നും 1357.78 കോടി രൂപയും ചിലവ് പ്രതീക്ഷിക്കുന്നു. ലോകബാങ്കിന്റെയും ഐക്യരാഷ്ട്ര സംഘടനകളുടെയും കീഴിലുള്ള ഏജൻസികളുടെയും സൂചിക പ്രകാരം നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ 31,000 കോടി രൂപ മുതൽ മുടക്കേണ്ടതുണ്ട്. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപീകരിച്ച സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 987.73 കോടി രൂപയാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ 586.4 കോടി രൂപ നാളിതുവരെ ചെലവായിട്ടുണ്ട്. നിലവിൽ 706.74 കോടി രൂപ കൂടി ലഭ്യമായാലേ നാളിതുവരെയുള്ള ബാധ്യത തീർക്കാനാവുകയുള്ളൂ. എന്നാൽ കേന്ദ്ര സർക്കാരിന് തന്നെ റേഷൻ ഇനങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന് വിമാനങ്ങൾ ഉപയോഗിച്ചതിലുമായി 290.74 കോടി രൂപ നൽകേണ്ടതുണ്ട് എന്നതാണ് നിലവിലെ സ്ഥിതി. SDRF-ലുള്ള തുക മുഴുവൻ വിനിയോഗിച്ചാലും ബാധ്യതയുള്ള തുക മുഴുവൻ കൊടുത്തു തീർക്കാൻ നിലവിലുള്ള ഫണ്ട് പര്യാപ്തമല്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നമ്മുടെ പുനർനിർമ്മാണം എങ്ങനെ നടത്താമെന്ന് സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആസൂത്രണത്തിലും നിർമ്മാണത്തിലും വേഗതയും കാര്യക്ഷമതയും ഉൾക്കൊള്ളുന്നതാണത്. കേരള പുനർനിർമ്മാണ പദ്ധതി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ദുരന്തബാധിതരെ സാധാരണ ജീവിതത്തിലേക്ക് വേഗം മടക്കിക്കൊണ്ടുവരുവാനാവുക എന്ന സുപ്രധാനമായ കാഴ്ചപ്പാടും ഇത് മുന്നോട്ട് വയ്ക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ പ്രത്യേകമായി കണ്ടുകൊണ്ടുള്ള പുനർനിർമ്മാണമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂരിൽ KSU നേതാവ് പീഡിപ്പിച്ച പെൺകുട്ടി നീതി തേടി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ. പ്രതിയെ രക്ഷപ്പെടുത്താൻ KPCC-യും തൃശൂർ DCC-യും ഒത്തുകളിക്കുന്നുവെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്ക് പെൺകുട്ടിയുടെ കത്ത് വിവരങ്ങളുമായി അഭിറാം ചേരുന്നുണ്ട്. അഭി, ഈ വിഷയത്തിൽ പോലീസ് പോക്സോ നിയമപ്രകാരം കേസ് എടുത്തിട്ട് പോലും ഇയാളെ, ഈ യദുകൃഷ്ണനെ സംരക്ഷിക്കുന്ന നിലപാടാണോ തൃശൂർ DCC-യും KPCC-യും എടുത്തിരിക്കുന്നത്? ഇയാളെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ചത്. തീർച്ചയായും മനു, ഈ വ്യക്തി അതായത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ ആളുമാണ് ഈ യദുകൃഷ്ണൻ. അതുപോലെ തന്നെ കോഴിക്കോട് സർവകലാശാലയുടെ മുൻ സെനറ്റ് കമ്മിറ്റി അംഗവുമാണ്. പീഡന പരാതിയിൽപ്പെട്ട ഈ യദുകൃഷ്ണ ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അച്ഛൻ മരിച്ച് അമ്മയും പെൺകുട്ടിയും മാത്രം കഴിയുന്ന വീട്ടിലേക്ക് ഇയാൾ രാത്രി എത്തുകയും പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് ഈ പെൺകുട്ടി നൽകുന്ന പരാതി. ആദ്യം ഈ പെൺകുട്ടി പരാതി നൽകിയത് കോൺഗ്രസ് പാർട്ടിയിലാണ്. പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. കോൺഗ്രസിൽ പരാതി നൽകുകയും DCC നൽകിയ പരാതി DCC അന്വേഷിക്കാതെ തന്നെ മുക്കിയിരുന്നു. തുടർന്നാണ് ഈ പെൺകുട്ടി KPCC പ്രസിഡന്റിനെ തിരുവനന്തപുരത്ത് നേരിട്ട് കണ്ട്, അതായത് മുല്ലപ്പള്ളി രാമൻ തന്നെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിച്ചു. എന്നാൽ ആ പരാതിയിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായില്ല. തുടർന്ന് ഈ പരാതിയുടെ കോപ്പി നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും വലിയ ചർച്ചയാവുകയും ചെയ്തു തൃശ്ശൂരിൽ. തുടർന്നാണ് ഈ കോൺഗ്രസ് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. അതായത് പത്മജ വേണുഗോപാൽ, ലാലി വിൻസെന്റ് അടങ്ങിയ അന്വേഷണ കമ്മീഷനെയാണ് കോൺഗ്രസ് ഈ വിഷയം തീരുമാനിച്ച് നടപ്പിലാക്കിയത്. എന്നാൽ ഈ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. അതായത് ഈ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഈ യദുകൃഷ്ണക്ക് തെറ്റൊന്നും ഇല്ല എന്ന രീതിയിലാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നത്. തുടർന്നാണ് ഈ പെൺകുട്ടി പോലീസിലേക്ക് പരാതിയുമായി പോയത്. ഈ പോലീസ് ഈ കാര്യം കൃത്യമായി തന്നെ പരിശോധിക്കുകയും തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. യദുകൃഷ്ണക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. പോക്സോ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ട് പോലും കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായില്ല, നടപടിക്കും തയ്യാറായില്ല. ഈ വിഷയം പരസ്യമായി ചില വനിതാ നേതാക്കളെല്ലാം തന്നെ പരസ്യമായി സംസാരിച്ചപ്പോൾ അവരെ താക്കീത് ചെയ്യുകയാണ് DCC ജില്ലാ നേതൃത്വം ചെയ്തത്. അത്തരത്തിൽ ഈ വിഷയത്തിൽ പൂർണ്ണമായും പെൺകുട്ടിക്ക് എതിരെയും അതുപോലെ തന്നെ പീഡനം നടത്തിയ ഈ യദുകൃഷ്ണയ്ക്ക് അനുകൂലമായാണ് DCC-യും KPCC-യും നിലപാട് സ്വീകരിച്ചത്. ഇതിൽ മനനൊന്നാണ് പെൺകുട്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുന്നത്. പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: താൻ ഏറെ ഇഷ്ടപ്പെടുന്ന, താൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും എനിക്ക് മോശം അനുഭവം ഉണ്ടായിരുന്നു. അത് പൊതുജനമധ്യത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ഈ പീഡനം നടത്തിയ വ്യക്തിക്കെതിരെ ഒരു തരത്തിലും നടപടി എടുക്കാനോ ഒരു അന്വേഷണം പോലും നടത്താനോ, അതായത് കാര്യക്ഷമമായ അന്വേഷണം നടത്താനോ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ പെൺകുട്ടി അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുൻ നേതാക്കളെ കാണുമെന്ന് ഈ പെൺകുട്ടി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ ഈ ഒരു ഒത്തുകളി തൃശൂർ ജില്ലയിലെ വനിതാ പ്രവർത്തകരിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ശരി, അഭിറാമാണ് വിവരങ്ങൾ നൽകിയത്.
നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഉപേക്ഷിച്ചു. സഭാ നടപടികൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഷീജ നൽകും വിശദാംശങ്ങൾ. ഷീജ, ഇന്നും സഭയിൽ ശബരിമല വിഷയത്തിൽ പ്രക്ഷുബ്ധമാവുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണോ പ്രതിപക്ഷം സൃഷ്ടിച്ചത്? തീർച്ചയായും മനു, ആ രീതിയിൽ തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ ഇന്നും ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. അവരുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞത് ഇന്ന് അവർ അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയിരുന്നത് ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. ഇത് ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് ഇത് പരിഗണിക്കണം, അടിയന്തര പ്രമേയം പരിഗണിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. എന്നാൽ ഈ വിഷയം തന്നെ കഴിഞ്ഞ ദിവസം താൻ ശബരിമല വിഷയത്തിൽ മറുപടി പറഞ്ഞപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടേത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തര പ്രമേയമായി പോലും പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ സ്പീക്കറും ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാട് എന്ന് പറയുന്നത് ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് അടിയന്തര പ്രമേയം പരിഗണിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് സ്പീക്കർ സ്വീകരിച്ചത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. തുടർന്നാണ് അവർ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്പീക്കറിന്റെ ഡയസിന് മുന്നിലേക്ക് വരെ അവരുടെ പ്രതിഷേധം നീണ്ടു. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ചോദ്യോത്തര വേളയിൽ തന്നെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ദേവസ്വം മന്ത്രി മറുപടി പറയുകയായിരുന്നു. ഈ ഘട്ടത്തിൽ അവർക്ക് വേണമെങ്കിൽ ഉപചോദ്യം ഉന്നയിക്കാം എന്ന് സ്പീക്കർ അറിയിച്ചു. പക്ഷേ അത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. മറിച്ച് സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുക എന്നൊരു നിലപാട് തന്നെയായിരുന്നു അവർ കൈക്കൊണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തു. തുടർന്ന് സബ്മിഷനും പ്രദർശനിക്കലും റദ്ദാക്കി. ഒപ്പം തന്നെ മറ്റ് സഭാ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. ഏതായാലും ശബരിമല വിഷയത്തിൽ ഈ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മനു, ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പമ്പയിൽ നിന്നും ഗീവർഗീസ് ഉണ്ട് ശബരിമല വിശദാംശങ്ങൾ നൽകാനായി. ഗീവർഗീസ്, ഇന്ന് എങ്ങനെയാണ് പമ്പയിലേക്ക് ഭക്തജനങ്ങൾ വലിയ തോതിൽ എത്തുന്നുണ്ടോ? നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അതിന്റെ ഒരു പ്രതിഫലനം സന്നിധാനത്തേക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ പമ്പയിൽ നൽകാൻ കഴിയുന്ന വിശേഷങ്ങൾ? മനു, രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രമായി 34,000, ഇന്നലെ ഒരു ദിവസം കൊണ്ട് 34,000 തീർത്ഥാടകർ മാത്രമായിരുന്നു എത്തിയിരുന്നെങ്കിൽ ഇന്ന് ഉച്ചവരെ 12 മണിവരെ കണക്കനുസരിച്ച് 26,100 പേർ ഇവിടെ തീർത്ഥാടനത്തിനായി എത്തിയതാണ് കണക്കുകൾ പറയുന്നത്. തീർത്ഥാടകർ എല്ലാവരും വ്യക്തമാക്കുന്ന ഒരേ ഒരു കാര്യം, തീർത്ഥാടന ശേഷം എല്ലാവർക്കും സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സർക്കാരും പോലീസും ഒരുക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം അവരെല്ലാം സംതൃപ്തരാണെന്നാണ് അവർ നമ്മോട് വ്യക്തമാക്കിയത്. എന്ത് തന്നെയാലും പൂർണ്ണമായ ഒരു തൃപ്തി തന്നെയാണ് ഇപ്പോൾ എല്ലാ അയ്യപ്പ ഭക്തരും ഇവിടെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നല്ല ഒഴുക്ക് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KSRTCയുടെ സർവീസുകളിലും റെക്കോർഡ് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ അതായത് ബുധനാഴ്ച ഇന്നലെ 706 സർവീസുകളാണ് KSRTC നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ 410 ഉച്ചയോടുകൂടി തന്നെ 410 സർവീസുകളും KSRTC നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തരുടെ ഒരു നല്ലൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. വൃശ്ചിക മാസാരംഭത്തിലുണ്ടായ ഹർത്താൽ, അതിനുശേഷമുണ്ടായ പ്രതിഷേധ സമരങ്ങളിലെല്ലാം ഒരു ഭക്തരുടെ ഒഴുക്ക് കുറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം ഓരോ ദിവസം കൂടുന്തോറും ഈ ഭക്തരുടെ ഒഴുക്കിൽ എണ്ണത്തിൽ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് തന്നെയാണ് പൂർണ്ണമായ തൃപ്തിയോടുകൂടി തന്നെ എല്ലാവരും അയ്യപ്പ ദർശനം നടത്തുന്നു. എല്ലാം സർക്കാരും പോലീസും മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒഴുക്ക് തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഇതിന്റെ ഇരട്ടി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മനു, ശരി. ഗീവർഗീസാണ് പമ്പയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിൽ ദർശനത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭക്തർ. ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ പ്രതികരണത്തിലേക്ക്. പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പ്രശ്നങ്ങളോ എത്ര പ്രാവശ്യമായിട്ട് വരുന്നു? ഈ 12 വർഷവും ഈ വർഷം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമില്ല? ദർശനത്തിന് സമയം
നന്നായി കിട്ടി ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു പല ഇഷ്യൂസുകൾ ഉള്ളതുകൊണ്ട് ദർശനം നന്നായി നടന്നു പുറത്ത് പല ഇഷ്യൂസും വന്നു ഇവിടെ വരുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് അങ്ങനെ തോന്നുന്നു പുറത്തുനിന്ന് പറഞ്ഞാൽ പല ആളും പല ഭൂരിയായിരുന്നു നമ്മുടെ സംസാരത്തിൽ നമ്മൾ വരാത്തതിൻ്റെ ഒരു വളരെ ആശങ്കയായിരുന്നു ഇത് വന്നാലെന്തായിരിക്കും ബുദ്ധിമുട്ട് ഇവിടെ വന്നപ്പോൾ അങ്ങനെ യാതൊന്നും തോന്നുന്നു വളരെ നല്ല ദർശനം കുഴപ്പമൊന്നുമില്ല കേട്ട പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല നന്നായിട്ട് എന്താ കേട്ടത്, എന്താ സംഭവിച്ചത്? മാധ്യമങ്ങൾ തന്നെ എന്തെല്ലാം വരുന്നത് അതുപോലെയൊന്നും സംഭവിച്ചില്ല, കണ്ടിട്ടില്ല. എവിടുന്നാ വരുന്നത്? എവിടെ നാളാക്ഷൻ തിയേറ്ററിൽ വന്നിട്ട് എത്ര 9 വർഷമാണ് വന്നിട്ട്? 9 வருஷம் வந்துட்டு 9 வருஷம். உங்கள் பேர் நான் பிடிச்சிடலாம். நானே பிடிச்சிடலாம், சொல்லியே போதும். எவ்வளோ நாளாக எவ்வளோ வருஷமாக இந்த இடத்துல வந்திருக்கு? இந்த வருஷம் ஏதாவது பிரத்யேகம் இருக்கா? 9 வருஷமா வந்துட்டு இருக்கோம். இந்த இயர் பார்த்தீங்கன்னா ரொம்ப 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 கூட்டம் கம்மியாக இருக்குது. ரீசன் பார்த்தீங்கன்னா அந்த பிரச்சனை நடந்ததுனால தான். இப்போ வந்தாலுமே கிட்டத்தட்ட 2 hours வந்து வெயிட் பண்ணி சாமி பார்ப்போம். இந்த டைம் ஒரு 5 minutes வந்தோடனே சுற்றி பார்ப்போம். கூட்டம் கம்மியாக இருக்குது. வந்து நல்லா வரணும்னு ஆசைப்படுறோம். இல்லை, தரிசனம் எப்படி இருந்தது? தரிசனம் எப்படி இருந்ததுன்னா எப்பயுமே சாமி வந்து பார்க்கும்போது ரொம்ப கூட்டமாக இருக்கும், பார்க்கறது கஷ்டமாக இருக்கும். இந்த டைம் பார்த்தீங்கன்னா நம்ம போய் சாமி பார்க்கும்போது தான் நீ எடுத்து மேலே ஊற்றினாங்க. தரிசனம் வந்து அருமையாக இருந்தது. இங்கே ஏதாவது பிரச்சனை இருந்தா இந்த பம்பாயில் இங்கே ஏறதுக்கு ஏதாவது பிரச்சனை இருந்தா உங்களுக்கு? எந்த பிரச்சனையும் இல்லை. மழையினாலே தான் கொஞ்சம் ப்ராப்ளங்கள். மற்றபடி எந்த ஒரு இது ஆன்லைன் புக்கிங் கரெக்டாக இருந்துச்சு. எந்த ஒரு ப்ராப்ளம் இல்லை. கூட்டம் தான் கொஞ்சம் கம்மியாக இருக்குது. அந்த நாட்டில் ஏதாவது இந்த பிரச்சனை இருக்குன்னு சொல்லியிருக்கேன் அந்த ஊர்லக்க? அந்த ஊரில் யாராவது இந்த இடத்துல பிரச்சனை இருக்குது அப்படி ஏதாவது சொல்லிட்டு? அதெல்லாம் இல்லை, டிவி நியூஸ் தான் அந்த மாதிரி போடுறாங்க. என்ன டிவி நியூஸ் இந்த மாதிரி ப்ராப்ளமாக இருக்குது, கூட்டம் கம்மியாக இருக்குது, ஏதாவது அசம்பாவிதம் நடக்கும், போராட்டம் பண்ணுறாங்க, அந்த மாதிரி அங்கே சொல்கிறாங்க டிவி நியூஸ். நாங்கள் வந்து சேலம் மாவட்டம் இந்த இடத்துல அதாவது கண்டா? ശബരിമലയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഖദർശനമാണെന്നാണ് എല്ലാവരും പറയുന്നത്.